കിട്ടൂരിൽ നിന്ന് ബൈലഹൊങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിലാണ്. കരിമ്പിൻ പാടത്തിൽ കൂടെയൊക്കെയാണ് യാത്ര. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ് പോകുന്നത്. അവൻ്റെ വണ്ടിയിലാണ്, കൂട്ടുകാരനാണ് ബൈക്ക് ഓടിക്കുന്നത്. ഞാൻ അതിൻ്റെ പിറകിലിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്. ഉച്ച സമയമാണ്. ഉച്ച സമയത്താണെങ്കിലും നല്ല തണവ് കാറ്റാണ് വരുന്നത്. ഇവിടെ മൊത്തത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ തണവ് തന്നെയാണ്. ഉച്ചയ്ക്ക് വെയിൽ വരുന്നുണ്ട് എങ്കിലും കാറ്റൊക്കെ വരുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. പോകുന്നത് തികച്ചും ഒരു ഗ്രാമപ്രദേശത്തു കൂടിയാണ് പോകുന്നത്. ബൈലഹൊങ്കലിലേക്ക് വേറെ വഴിയുണ്ട്, പക്ഷേ ഈ ഒരു വഴിയാണ് നമ്മുടെ കൂട്ടുകാരൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമപ്രദേശമാണ്. സാധാരണക്കാരിൽ വളരെയധികം സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശം. ഈ കരിമ്പിൻ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് കൂടുതൽ അവിടെയായിട്ട് താമസിക്കുന്നതൊക്കെ. ചെറിയ വീടുകളാണ് അവരുടെയൊക്കെ. അവർക്ക് കൂടുതലായിട്ടും കന്നുകാലികളൊക്കെ വളർത്തുന്നൊരു പരിപാടികളൊക്കെ ഉണ്ട്. ഏതൊരു വീടിൻ്റെ മുറ്റത്ത് നിന്നുണ്ടെങ്കിലും ഇത് പശുവിനെയോ അല്ലെങ്കിൽ ആടുകളെയോ അതിനൊക്കെ കാണാൻ സാധിക്കും. ഈ പാടങ്ങളൊക്കെ കരിമ്പിൻ പാടങ്ങളാണ്. സൈഡിലൊക്കെ വിളഞ്ഞു നിൽക്കുന്നത് വലിയ വലിയ കരിമ്പുകളാണ്. ചില നേരത്തെ ട്രാക്ടറുകളിൽ കരിമ്പുകളൊക്കെ വെട്ടിയിട്ട് ഷുഗർ ഫാക്ടറിക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. കൂട്ടുകാരൻ എന്ന് പറയുന്നത് മലയാളിയല്ല കേട്ടോ. ആൾ ഒരു കന്നഡക്കാരനാണ്. ഞാനൊരു മലയാളിയാണ്. എനിക്ക് കന്നഡ അറിയില്ല, അദ്ദേഹത്തിന് മലയാളം അറിയില്ല. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് മൊത്തത്തിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ഫ്ലുവൻ്റ് ഒന്നല്ല. അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, ഇവിടെ കിട്ടൂർ ചെന്നമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പഴശ്ശിരാജയെ പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ഒരു വനിതയായിരുന്നു. അവരേനെ അവസാനം ജയിലിലടയ്ക്കുകയും ജയിലിൽ വെച്ചിട്ടാണ് അവർ സമാധിയായത്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പഴശ്ശിരാജയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു നമ്മുടെ കുങ്കൻ. അതേപോലെ തന്നെ കിട്ടൂർ ചിന്നമ്മയുടെ ഒരു റൈറ്റ് ഹാൻഡ് ആയിരുന്നു സംഗൊളി രായണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു സമാധി സ്ഥലം അല്ലെങ്കിൽ ഒരു ഓർമ്മ സ്ഥലം കൂടി നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഈ വ്ളോഗിൻ്റെ അവസാനം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ കൂട്ടുകാരുള്ള കാരണമാണ് സാധിച്ചത്. ശരിക്കും ഞാൻ ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മളിങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ നമുക്കൊരു വലിയൊരു നദി കാണാൻ പറ്റും. വളരെ വലിയൊരു നദി, ഏകദേശം ഒരു 600-700 മീറ്ററൊക്കെ അതിൻ്റെ വീതി ഉണ്ടായിരിക്കും. അത്രയും വിഡ്ത്തുള്ള ഒരു നദിയാണ്. അപ്പോൾ ആ ഒരു നദി കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആ നദിയുടെ കരയിലായിട്ടാണ് ഇങ്ങനെ കൃഷികളൊക്കെ ഉള്ളത്. ഏക്കർ കണക്കിന് പാടങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മുഴുവനും സാധാരണക്കാരാണെന്നേ. ഒരു ടൗണോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു സിറ്റി കാര്യങ്ങളൊന്നുമല്ല. സാധാരണക്കാർ, വളരെയധികം സാധാരണക്കാരായ ആളുകൾ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ വേറൊരു കാര്യം കണ്ടു. അതായത് ചാമുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് വാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കരിങ്കാളി പോലുള്ളൊരു സംഭവമൊക്കെയാണ് തോന്നുന്നു. കുറച്ച് നേരമാണ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ എന്നെ ആകർഷിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണാനേനെയും കൂടി അതിൻ്റെ പിന്നിലായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ പെണ്ണാനയ്ക്ക് ചങ്ങലകളൊന്നുമില്ല. ഒരു ചെയിന് പോലും ഇടാതെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു ആനേനെ കൊണ്ടുവരുന്ന അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പൂരങ്ങൾക്ക് പോകുമ്പോൾ ആനയ്ക്ക് ചങ്ങലൊക്കെ ഇട്ടിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഫ്രൈഡ് ഫിഷ്. ആ
Good. Children's, you can take this photo. Just stand there. You can take. Sangolera.